കേരളത്തിലെ ഭൗതികവാദ നിരീശ്വരവാദ മണ്ഡലത്തിൽ ഏറ്റവും മനോഹരമായി ഏറ്റവും കൺക്ലൂസീവായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ വിഷയാവതരണം നടത്തുന്ന വളരെ ചുരുക്കം ചില പ്രഭാഷകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് വൈശാഖൻ തമ്പി. മനോഹരമായി എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഇഷ്ടംപോലെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ പുള്ളിയുടെ ഏതെങ്കിലും ഒരു വിഷയാവതരണത്തിലോ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിലോ ഏതെങ്കിലും ഒരു ആളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെയോ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒരു വാക്കോ ഒരു സംസാരമോ അല്ലെങ്കിൽ പരിഹസിക്കാൻ വേണ്ടി പരിഹസിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായി അപഹസിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമോ വാക്കോ പുള്ളിയുടെ വായിന്ന് ഇതുവരെ വന്ന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് വൈശാഖൻ തമ്പി എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചില വീഡിയോകളെ, അതല്ലെങ്കിൽ തമ്പനയിൽ പറഞ്ഞിട്ടുള്ള പോലെ വീഡിയോകൾക്കിടയിലൂടെ പുള്ളി ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ആശയങ്ങളെ വിമർശനാത്മകമായി സമീപിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വിമർശനാത്മകമായി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തമ്പി സാറിൻ്റെ ഫാൻസ് വന്നിട്ട് എന്നോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇത്രയും പ്രഗത്ഭനായ 10-11 വർഷമായി MG കോളേജിൽ അധ്യാപകനായിരിക്കുന്ന മെറ്റീരിയൽ സയൻസിൽ PhD ഉള്ള ഒരുപാട് അവാർഡുകൾ, ശാസ്ത്ര സംബന്ധമായ അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള വൈശാഖൻ തമ്പി സാറിനെ പറ്റി, എനിക്ക് ചുരുക്കി തമ്പി സാർ എന്ന് പറയാം, കാരണം വൈശാഖൻ തമ്പി എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, തമ്പി സാറിനെ പറ്റി വിമർശിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ചില തമ്പി സാർ ഫാൻസ് വന്ന് എന്നോട് ചോദിക്കാം. പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ പറഞ്ഞ തമ്പി സാർ തന്നെ ഐസക് ന്യൂട്ടനെയും ISRO ശാസ്ത്രജ്ഞന്മാരെയും വിമർശിക്കുന്ന വീഡിയോകൾ, വളരെ മാന്യമായി വിമർശിക്കുന്ന വീഡിയോകൾ ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട്. അതിൻ്റെ അടിയിൽ ആരും ഏതെങ്കിലും ഒരു ഐസക് ന്യൂട്ടൻ ഫാൻസോ അല്ലെങ്കിൽ ISRO സയൻറ്റിസ്റ്റ് ഫാൻസോ താഴെ ചെന്നിട്ട് താൻ ഇന്നേ വരെ ഒരു ചലന നിയമം ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ, താനൊരു റോക്കറ്റെങ്കിലും വിട്ടിട്ടുണ്ടോ എന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല. ഈവൻ തമ്പി സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ വിമർശിക്കുമ്പോൾ അയാളുടെ യോഗ്യത എന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. ആശയപരമായി അയാൾ എന്താണോ പറയുന്നത്, ആ ആശയപരമായിട്ട് അതിനെ എതിർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക. ഇനി വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ശാസ്ത്ര പ്രചാരണമാണ് പുള്ളിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പുള്ളിയോ അല്ലെങ്കിൽ പുള്ളിയുടെ ഫാൻസും പുള്ളിയെ പറ്റി പറയാറുണ്ട്. പക്ഷെ അവിടെയാണ് എൻ്റെ പ്രശ്നം കിടക്കുന്നത്. സയൻറ്റിഫിക് മെറ്റീരിയലിസമാണ് പുള്ളി പ്രധാനമായിട്ട് യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനൊരു മറയായിട്ട് സയൻസ് അതിന് മറയായിട്ടെന്ന് മാത്രമല്ല, പുള്ളി സയൻസ് പ്രചരിപ്പിക്കുന്നതിലൂടെ, അതായത് നന്നായി കവിത എഴുതാൻ അറിയുന്ന മെറ്റീരിയലിസ്റ്റുകൾ തൻ്റെ കവിതകളിലൂടെ ഭൗതികവാദം പ്രചരിപ്പിക്കും. നന്നായി സിനിമ എടുക്കാൻ അറിയാവുന്ന, ഇപ്പോൾ ഈ കമലഹാസനെ പോലുള്ള ആളുകൾ അൻപേശിവം പോലത്തുള്ള സിനിമകളെടുത്ത് ഭൗതികവാദം അതിനിടയിലൂടെ കടത്താൻ നോക്കും. അതുപോലെ ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമുള്ള തമ്പി സാർ ശാസ്ത്ര വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനിടയിലൂടെ തൻ്റെ ഭൗതികവാദം കടത്താൻ ശ്രമിക്കും. അപ്പോൾ ചില ആളുകൾക്ക് സംശയം വരാം, അല്ല സയൻറ്റിഫിക് മെറ്റീരിയലിസം ആണെങ്കിൽ എന്താണ്, അത് സയൻറ്റിഫിക് ആണല്ലോ, അല്ല ഈ സയൻറ്റിഫിക് മെറ്റീരിയലിസവും സയൻസും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അല്ല ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ബന്ധമുണ്ട്. മൈസൂർ പാക്കും മൈസൂരും തമ്മിലുള്ള ബന്ധം ഈ സയൻറ്റിഫിക് മെറ്റീരിയലിസവും സയൻസും തമ്മിലുണ്ട്. മെറ്റീരിയലിസം അതായത് ഭൗതികവാദം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട്, അതായത് ഈ പറഞ്ഞ 2500 വർഷങ്ങൾക്ക് മുമ്പേ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ മറ്റേ ചാർവാകന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം മെറ്റീരിയലിസ്റ്റുകളാണ്, ഭൗതികവാദികളാണ്. അപ്പോൾ ഈ ഭൗതികവാദം എന്ന് പറഞ്ഞാൽ സത്യത്തിലൊരു ലോകവീക്ഷണമാണ്, ഒരർത്ഥത്തിൽ അതൊരു മതമാണ്. അപ്പോൾ മോഡേൺ സയൻസ് ഇത്രത്തോളം അപ്ഡേറ്റഡ് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സയൻറ്റിഫിക് തിയറികളുമായി ബന്ധപ്പെടുത്തി ഒരു മെറ്റീരിയലിസത്തിന് ഒരു ബേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് ആണ് ബേസിക്കലി നമ്മൾ സയൻറ്റിഫിക് മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് കൺക്ലൂഷനിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് വൈശാഖൻ തമ്പി എന്ന യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ മരണത്തിന് ശേഷം എന്ന ടൈറ്റിലിൽ പുള്ളിയുടെ ചാനലിൽ കിടക്കുന്ന ഒരു വീഡിയോയുടെ ഒരു റിവ്യൂ ആണ്. ആ വീഡിയോയിലൂടെ തമ്പി സാർ എന്താണ് ഒളിച്ചു കടത്തുന്നത്, തമ്പി സാറിൻ്റെ ചില ഒളിച്ചു കടത്തൽ അഭ്യാസങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോയുടെ ഒരു പോർഷൻ കണ്ടിട്ട് തിരിച്ചു വരാം. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ചോദ്യം നമ്മളെ കുറച്ചൊക്കെ ടെൻഷൻ എടുപ്പിക്കുകയും കുറേയൊക്കെ കൗതുകം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആശയങ്ങൾ നമ്മൾ ഇതിനകം കേട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ പഴയ കഥകളിൽ പലപ്പോഴും നമ്മൾ സ്വർഗ്ഗത്തിലോ നരകത്തിലോ ഒക്കെ പോയതും നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് ഭൂമിയിൽ നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ ഫലങ്ങൾ അവിടെ നിന്നും കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സങ്കല്പങ്ങൾ നമുക്കുണ്ട്. എന്താണ് സയൻസ് ഇതിനെക്കുറിച്ച് പറയുന്നത്? നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിലെ ഉസ്താദോ, അല്ലെങ്കിൽ ചർച്ചിൽ പോകുമ്പോൾ ചർച്ച് ഫാദറോ, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ കോളേജിൽ പഠിപ്പിക്കുന്ന സയൻസ് അധ്യാപകരോ ആരും ആയിക്കോട്ടെ, അവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട്, മോനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെപ്പറ്റി സയൻസ് എന്താണ് പറയുന്നതെന്ന് അറിയാമോ, സ്വർഗ്ഗത്തെയും നരകത്തെയും പറ്റിയൊക്കെ നിങ്ങൾ പലതും കേൾക്കുന്നുണ്ട്, അതിനെപ്പറ്റി സയൻസ് എന്ത് പറയുന്നു എന്നറിയാമോ എന്ന് പറഞ്ഞ് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം പുള്ളിക്ക് എന്തോ വിൽക്കാനുണ്ട്, നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കൊണ്ട് എന്തോ മേടിപ്പിക്കാനുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് 2 അടി മാറി നിന്ന് ചോദിക്കുക, എന്താ എൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കണം. മറ്റേ കിളിച്ചുണ്ട മാമ്പഴത്തിൽ ശ്രീനിവാസൻ ചോദിക്കും പോലെ, എന്താ എൻ്റെ ഉദ്ദേശം? കാരണം അവർ സയൻസിനില്ലാത്ത എന്തോ ഒരു സാധനം സയൻസിൻ്റെ തലയിൽ കെട്ടിവെച്ച് നിങ്ങളുടെ അടുത്ത് വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ്. മനസ്സിലായോ? ഈ സയൻസിൻ്റെ പണി എന്ന് പറഞ്ഞാൽ, സയൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ നാച്ചുറൽ വേൾഡിനെ പറ്റി പഠിക്കാനുള്ള ഒരു മെത്തഡോളജിയാണ്, ഒരു മെത്തേഡാണ് സയൻസ്.
ഓക്കെ, അതിൻ്റെ നാച്ചുറൽ വേൾഡാണ് അതിൻ്റെ ലിമിറ്റേഷൻ. ഈ നാച്ചുറൽ വേൾഡിൻ്റെ പുറത്ത് ഉള്ള ഒരു മെറ്റാഫിസിക്കൽ ക്ലെയിം, സ്വർഗം, നരകം, ദൈവം, മറ്റേ മരണത്തിന് ശേഷമുള്ള ജീവിതം, ആത്മാവ് എന്ന വിഷയങ്ങളെപ്പറ്റി സയൻസ് സംസാരിക്കുന്നു. അങ്ങനെ സംഭവങ്ങളുണ്ട് എന്ന് സയൻസ് പറയുന്നു എന്ന് പറഞ്ഞാലോ ഇല്ല എന്ന് സയൻസ് പറയുന്നു എന്ന് പറഞ്ഞാലോ നിങ്ങൾ അതിലപ്പം തന്നെ നിങ്ങൾക്കൊരു അപകടം മണക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വൈശാഖൻ തമ്പിസാറിനെ പോലത്തെ ഇത്രയും പ്രഗത്ഭനായ ഒരു ശാസ്ത്ര അധ്യാപകൻ അങ്ങനെയൊക്കെ പറയുമോ? അങ്ങനെ ഇല്ലാത്ത കാര്യം പറയുന്ന ആളാണോ? അല്ലെങ്കിൽ മരണത്തെ പറ്റിയുള്ള ജീവിതം എന്നൊക്കെ പുള്ളി പറയുന്നുള്ള എന്തെങ്കിലും കാരണം ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കട്ട് ചെയ്ത് തുടങ്ങുന്ന അടുത്തൊരു 10 സെക്കൻഡ് കേട്ടാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇവിടെ നിന്ന് തമ്പിസാറിൻ്റെ ഒരു ജമ്പുണ്ട്. തമ്പിസാറിൻ്റെ ജമ്പ് നിങ്ങൾക്കത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. എന്താണ് സയൻസ് ഇതിനെക്കുറിച്ച് പറയുന്നത്? നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് മരണത്തിൻ്റെ സയൻസ്. അപ്പോൾ അതാണ് പുള്ളി തുടങ്ങിയത്. എങ്ങനെയായിരുന്നു? മരണത്തിന് ശേഷമുള്ള ജീവിതത്തെപ്പറ്റി നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാവും. സ്വർഗം, നരകം, ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം നരകമുണ്ട്, സ്വർഗമുണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റി സയൻസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി തുടങ്ങിയിട്ട് അടുത്ത സെക്കൻഡിൽ പുള്ളി തിരിക്കണേ. അതായത് നമ്മൾ ഇന്ന് അതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് മരണത്തിൻ്റെ സയൻസിനെ പറ്റി. മരണത്തിൻ്റെ സയൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് മരണത്തിനെ പറ്റിയുള്ള സയൻസാണെന്ന് പറഞ്ഞാൽ പോരെ. പുള്ളി എന്തിനാണ് ആദ്യം ഇത് തുടങ്ങിയിരിക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പുള്ളി ഉദ്ദേശിക്കുന്നത് ശാസ്ത്ര പ്രചരണമല്ല പുള്ളി ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ പുള്ളിയുടെ ഒരു ജമ്പ് മനസ്സിലായല്ലോ. സത്യത്തിൽ ഈ വീഡിയോ ഇതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് സത്യം. ഈ ഒരു സെക്കൻഡിന് ശേഷം ഈ പറഞ്ഞതിന് ശേഷം പുള്ളി മരണത്തിൻ്റെ സയൻസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതായത് മരണം എന്ന് പറഞ്ഞാൽ എന്താണ്, മരിക്കുമ്പോൾ സെല്ലുകൾക്ക്, കോശങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ക്ലിനിക്കൽ ഡെത്ത്, എന്താണ് ബ്രെയിൻ ഡെത്ത്, മരണത്തിന് ശേഷം എങ്ങനെയാണ് സ്മെല്ല് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിളറിപ്പോകുന്നത് എങ്ങനെയാണ്, തണുത്ത് പോകുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഇൻഡെപ്തായിട്ട് വളരെ നല്ല കിടിലമായിട്ട് പുള്ളി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റിയാണ് പുള്ളി അടുത്ത 10 മിനിറ്റ് പറയാൻ പോകുന്നത്. തുടങ്ങിയത് എവിടെ നിന്നാണ്? മരണത്തിന് ശേഷമുള്ള ജീവിതത്തെപ്പറ്റി ഞാൻ പറയട്ടെ, അതിനെപ്പറ്റി സയൻസ് എന്താണ് പറയുന്നതെന്ന് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷെ സംസാരിക്കുന്നത് മരണസമയത്ത് ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞിട്ടാണ് പുള്ളി അങ്ങനെ പോകുന്നത്. ഇതിന് ശേഷം നമ്മൾ ഈ മരണത്തിന് ശേഷമുള്ള കഥ കേൾക്കാൻ നിന്നാൽ ഏതാണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി അതിലേക്ക് വരുന്നത്. ഇനി അതിലേക്ക് വരുന്നത് നമുക്കിപ്പോൾ കാണാം. ഇനിയാണ് നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് വരേണ്ടത്. മരണശേഷം എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ സയൻസിൻ്റെ ഭാഗം മാറ്റി നിർത്തി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ കേൾക്കുന്ന കഥകൾ ശരീരത്തെക്കുറിച്ച് മാത്രമല്ല. മരിക്കുമ്പോൾ ഈ ശരീരത്തിൽ നിന്നും ശരീരമല്ലാത്ത എന്തോ ഒന്ന് ബാക്കി വരുന്നുണ്ട്. നമ്മളതിനെ പലപ്പോഴും ആത്മാവ് എന്നൊക്കെ വിളിക്കുമായിരിക്കും. എന്തോ ഒന്ന്, അത് മരണം സംഭവിക്കുമ്പോൾ ആൾ പോയി, നമ്മൾ വിട പറയുന്നു എന്നൊക്കെയാണ് നമ്മുടെ ഭാഷയിലുള്ള പ്രയോഗങ്ങൾ. അതായത് ആൾ വിട പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയോ പോയി, പക്ഷേ ശരീരം അവിടെ ഉണ്ട്, ശരീരത്തിൽ നിന്നും മറ്റെന്തോ പോയി. അപ്പോൾ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ബോഡി പോകുന്നു എന്നാണ് നമ്മൾ പൊതുവിൽ കേൾക്കുന്ന ആ ഫിലോസഫിക്കലായിട്ടോ റിലീജിയസ് ആയിട്ടോ ഒക്കെ ഒരു നരേഷൻ നമുക്ക് അങ്ങനെയാണ് കേൾക്കുക. അതായത് ഈ 10 മിനിറ്റ് പുള്ളിയുടെ മരണത്തെക്കുറിച്ചുള്ള, മരിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളൊരു പ്രസൻറ്റേഷന് ശേഷം പുള്ളി പറയുകയാണ് ഇനി നമ്മുടെ പഴയ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ വിചാരിക്കും, പഴയ വിഷയം എന്താണ്? മരണത്തിന് ശേഷമുള്ള ജീവിതത്തെപ്പറ്റി സയൻസ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. എന്നിട്ട് ആ സംഭവം തുടങ്ങുന്നതെന്നറിയാമോ? ഇനി നമ്മൾ സയൻസിൻ്റെ ഭാഗം കൂടെ മാറ്റി നിർത്തിയാൽ, താൻ സയൻസ് എന്താണ് മരണത്തിന് ശേഷം പറയും എന്ന് പറഞ്ഞിട്ടല്ല ഇത്ര നേരം നമ്മൾ 12 മിനിറ്റ് ഇവിടെ നിർത്തിയത്. അതിനുശേഷം പുള്ളി പറയുന്നത് സയൻസിൻ്റെ ഭാഗം മാറ്റി നിർത്തിയാൽ. ഓക്കെ, ഇനി സയൻസിൻ്റെ ഭാഗം മാറ്റി നിർത്തി പുള്ളിയുടെ ഫിലോസഫിക്കൽ കഥയാണ്. അതായത് ഇനി പുള്ളി പറയാൻ പോകുന്നത് പുള്ളിയുടെ ഒരു ജീവിത വീക്ഷണം എന്താണ്, പുള്ളിയുടെ ഒരു ഫിലോസഫിക്കൽ സ്റ്റാൻഡ് എന്താണ്, ഒരു മെറ്റാഫിസിക്കൽ സ്റ്റാൻഡ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. പക്ഷേ പുള്ളി അത് അവതരിപ്പിക്കുന്നത് ഈ പറഞ്ഞ ശാസ്ത്രീയമാണ് എന്ന രീതിയിൽ കുറച്ച് പേരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു ഒളിച്ച് കടത്തലാണ് പുള്ളി നടത്താൻ ശ്രമിക്കുന്നത്. ഇനി അതിൽ തന്നെ പുള്ളി ആദ്യം തന്നെ പറയുന്നതാണ്, നമ്മൾ കേട്ടിട്ടുള്ള കഥകളിൽ മരണത്തിന് ശേഷം ശരീരത്തിൻ്റെ എന്തോ ഒരു ഭാഗം പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് ആത്മാവ് എന്നൊക്കെ നമ്മൾ വിളിക്കുമായിരിക്കും. അതായത് ഏതെങ്കിലും ഒരു മതവിശ്വാസം, പ്രഗത്ഭമായിട്ടുള്ള ഏത് മതവിശ്വാസം എടുത്തോളൂ, അതായത് മെയിൻ സ്ട്രീം ഹിന്ദുയിസം എടുത്തോളൂ, ക്രിസ്ത്യാനിറ്റി എടുത്തോളൂ, ഇസ്ലാം മതം എടുത്തോളൂ, എന്തും എടുത്തോളൂ, ആത്മാവിനെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന് സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു ഫിലോസഫിക്കൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസം ഏതെങ്കിലും ഒരു മതത്തിൽ നിലവിലുണ്ടോ? ഇല്ല. ആത്മാവിനെ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള അഭൗതികമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എല്ലാവിധ മതങ്ങളിലും ഏത് മതം എടുത്താലും അതിൽ സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അഭൗതികമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ പുറത്താണ്. സയൻസ് അതിനെപ്പറ്റി സംസാരിക്കില്ല. അത് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയൽ സയൻസിൻ്റെ പണിയില്ല. കാരണം സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡാണ്. എന്നാൽ പുള്ളിക്ക് സംസാരിക്കണം. കാരണം പുള്ളി സയൻസിൻ്റെ ആളല്ല, പുള്ളി സയൻറ്റിഫിക് മെറ്റീരിയൽസിൻ്റെ ആളാണ്. അപ്പോൾ പുള്ളി എന്ത് ചെയ്യണം? ആദ്യം തന്നെ ആത്മാവിനെ ആത്മാവിനൊരു സ്വന്തമായിട്ടൊരു ഡെഫിനിഷൻ കൊടുക്കണം. ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ നിന്ന് പോകുന്ന ശരീരത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നു. അതെന്തിനാണ് അത് ഇടുന്നതെന്ന് കുറച്ച് മനസ്സിലാവും. പക്ഷേ ഇന്നത്തെ സയൻസിൻ്റെ പഠനങ്ങൾ നമ്മളോട് പറയുന്നത് നമ്മൾ ഈ മനസ്സ്, ബോധം, അവയർനെസ്, അവബോധം എന്നൊക്കെ വിളിക്കുന്നത് സത്യത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം മാത്രമാണ്. മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ്. മസ്തിഷ്കം എന്താണോ ചെയ്യുന്നത് അതാണ് മനസ്സ്. മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ് എന്നാണ് പറയുന്നത്. ഒരു ശാസ്ത്ര സത്യമായിട്ട് പുള്ളി അവതരിപ്പിക്കുകയാണ്.
സത്യത്തിൽ ശാസ്ത്രീയമായിട്ടൊരു പോയിന്റേ അല്ലേ, മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ് എന്ന് ഇന്നത്തെ ദിവസം, അതായത് ഇന്നിപ്പോൾ ഓഗസ്റ്റ് മാസം 2025 ഓഗസ്റ്റിൽ ഒരാൾ പറഞ്ഞാൽ അതൊരു ഹൈപ്പോത്തസിസിനെ ശാസ്ത്ര സത്യമായിട്ടോ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് തിയറി ആയിട്ടോ അവതരിപ്പിക്കലാണ്. പക്ഷേ അതിനുവേണ്ടി പുള്ളി കണ്ണിങ് ആയിട്ടൊരു സാധനം സ്റ്റാർട്ടിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിനെ വിമർശിച്ചാലോ എന്ന് ഓർത്തിട്ടായിരിക്കാം പുള്ളി ആദ്യം തുടങ്ങുന്നത് ഇന്നത്തെ സയൻസിൻ്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ സയൻസിൻ്റെ പഠനങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ പുള്ളി ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ അവയർനെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായി റിസർച്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വളരെ ആക്റ്റീവായി പഠിച്ചുകൊണ്ടിരിക്കുന്ന, സയൻസ് ഇന്നും സയൻസിന് മുമ്പിൽ ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ പറഞ്ഞ പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ്, ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് അടിച്ചാൽ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ കിട്ടും. അതായത് 1990-കൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ കോൺഷ്യസ്നെസ്സിനെ പറ്റി അല്ലെങ്കിൽ അവബോധത്തെ പറ്റിയിട്ടുള്ള കാര്യമായ രീതിയിലൊരു സയൻറ്റിഫിക് സ്റ്റഡീസിലേക്ക് ലോകം കടക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സയൻറ്റിഫിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവബോധം അല്ലെങ്കിൽ നമ്മുടെ അവയർനെസ്, നമ്മുടെ മൈൻഡ്, ഇതുമായി ബ്രെയിനിന് കാര്യമായൊരു കൊറിലേഷൻ ഉണ്ട്. ഓക്കെ, അതായത് മൈൻഡും തലച്ചോറും വളരെ റിലേറ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് തമ്മിലുള്ള ഒരു കോറിലേഷൻ ഇന്ന് ശാസ്ത്രത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സയൻറ്റിഫിക് തിയറിയാണ്, അല്ലെങ്കിൽ ഏറ്റവും എവിഡൻസ് ഉള്ള ഒരു സയൻറ്റിഫിക് തിയറി ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ശാസ്ത്ര സത്യമാണ് എന്ന് വേണമെങ്കിൽ ആ അർത്ഥത്തിൽ നമുക്ക് പറയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ സയൻസിൻ്റെ സ്റ്റഡി അവസാനം സയൻസിന് മനസ്സിലായി കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അബോധികമായ എന്തോ സംഭവമാണ്, അല്ലെങ്കിൽ ആത്മാവിനെ സയൻസ് കണ്ടെത്തുന്നൊന്നുമല്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനെന്തോ അബോധികമായ എന്തോ കാര്യത്തിന് വേണ്ടി സയൻസിന് ഉപയോഗിക്കുന്നു നിങ്ങൾ വിചാരിക്കരുത്. വിഷയം അതല്ല. വിഷയം സയൻസിൽ ഇപ്പോഴും ആക്റ്റീവായി റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന 3, 4, 5 തിയറികൾ വ്യക്തമായി ഇപ്പോഴും റിസർച്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി സയൻറ്റിസ്റ്റുകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അണ്ണൻ ഇവിടെ സിമ്പിളായിട്ട് ഇരുന്നിട്ട് കോൺഷ്യസ്നെസ് എല്ലാം തലച്ചോറാണ്, മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ് എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കണമെങ്കിൽ സാറിന് വേണ്ടത് സാറിൻ്റെ ഒരു മതവിശ്വാസമുണ്ട്. മതവിശ്വാസം സാറിൻ്റെ ഒരു വിശ്വാസം ഇതുണ്ട്, ഒരു ഫിലോസഫിക്കൽ സ്റ്റാൻഡ് പോയിന്റ് ഉണ്ട്. ഇനി മതവിശ്വാസം എന്ന് പറഞ്ഞാൽ അപമാനിക്കുന്നില്ല, ഒരു ഫിലോസഫിക്കൽ സ്റ്റാൻഡ് പോയിന്റ് ഉണ്ട്. ഈ ഫിലോസഫിക്കൽ സ്റ്റാൻഡ് പോയിന്റ് ഒന്ന് പ്രചരിപ്പിക്കണം. അതിന് എന്ത് കിട്ടിയാലും, അത് ഹൈപ്പോത്തസിസ് കിട്ടിയാലും, അത് ഇവിടെ മാത്രമല്ല, ഇനി പല വീഡിയോകളിലുണ്ട്, അത് ഇത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും സമയമുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിന് വേണ്ടിയാണ് സാർ ഈ പണിയെടുക്കുന്നത്. അല്ലെങ്കിൽ ശാസ്ത്രത്തോടൊരു ആഭിമുഖ്യമുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഇങ്ങനെയാണോ ഇത് സംസാരിക്കുക? പുള്ളി പറയുള്ളൂ ഇങ്ങനെ പല തിയറികളും നിലവിലുണ്ട്, അതിൽ ഏറ്റവും പ്രബലമായ ഹൈപ്പോത്തസിസുകളിലൊന്നാണ് ഈ പറഞ്ഞ മൈൻഡും ബ്രെയിനിൻ്റെ ഒരു പ്രവർത്തനമാണ് മൈൻഡ് എന്ന് പറയുന്നതാണ് സയൻസിൻ്റെ ഇന്നിപ്പോൾ നിലവിലുള്ളതിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈപ്പോത്തസിസുകളിൽ ഒന്നാണ് എന്നല്ലല്ലോ പുള്ളി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള പുള്ളിയുടെ മറ്റേ വിശ്വാസം പ്രചരിപ്പിക്കൽ നടക്കില്ല. അപ്പോൾ ആ ഭാഗത്ത് പുള്ളി ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലും രീതിയിലുള്ള ആത്മാവോ അങ്ങനെ എന്തെങ്കിലും ശരീരത്തെ അകത്തിരുന്ന് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഊർജ്ജം മരണസമയത്ത് പുറത്തേക്ക് പോകുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ അകത്ത് ജീവനുള്ളപ്പോൾ ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നോ നാളിതുവരെ നമുക്ക് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ പുള്ളി ആത്മാവിന് പുള്ളിയുടെ ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്, ഭൗതികമായൊരു ഡെഫിനിഷൻ ആത്മാവിന് കൊടുക്കുകയാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ഊർജ്ജമാണ്, അല്ലെങ്കിൽ മരിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പുള്ളി ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കുകയാണ്. എന്തിനാണ് ആ ഡെഫിനിഷൻ ഉണ്ടാക്കുന്നത്? കാരണം പുള്ളിക്ക് ആ ഡെഫിനിഷനിൽ ഒരു ആത്മാവിനെ കിട്ടിയാൽ ആ ആത്മാവ് ഇല്ലാന്ന് തെളിയിക്കാൻ നല്ല എളുപ്പമാണ്. അതുകൊണ്ടാണ് പുള്ളി ചെയ്യുന്നത്. കാരണം അബോധികമായൊരു ക്ലെയിം സയൻസിൻ്റെ മേഖലയ്ക്ക് പുറത്തുള്ളൊരു വിഷയമാണ്. അത് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റില്ല. അത് ഉണ്ടെന്നോ ഇല്ലെന്നോ സയൻസ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആര് വന്നാലും, ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നവരും ഇല്ലെന്ന് പറഞ്ഞിട്ട് വരുന്നവരും ഒരേപോലെ കപടശാസ്ത്രവാദികളാണ് എന്ന് പറയാം. ഒരേപോലെ, അതാദ്യം മനസ്സിലാക്കണം. എന്തിനാണ് ഈ പണിയെടുക്കുന്ന തമ്പി സാറിന് എനിക്ക് മനസ്സിലാവുന്നില്ല. തമ്പി സാർ ഒരു ശാസ്ത്ര അധ്യാപകനല്ല. എന്തിനാണ് ഈ ശാസ്ത്രം എന്താണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് എന്തിനാണ് തമ്പി സാറിൻ്റെ ആശയം വിൽക്കാൻ ശ്രമിക്കുന്നത്? ഇതിലും മാന്യമായി ഇതിൽ ചെയ്തൂടെ? ഇതിലും അന്തസ്സായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ പറയുന്നത് എൻ്റെ ഒരു വിശ്വാസമാണെന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന സയൻറ്റിഫിക് മെറ്റീരിയലിസം എന്നുള്ള ഒരു ഫിലോസഫിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ എൻ്റെ വിശദീകരണം ഇതാണ് എന്ന് പറഞ്ഞാൽ പോലെ. എന്തിനാണ് ഇങ്ങനെ ഒരു ലോ ലെവലിലേക്ക് നിങ്ങളെപ്പോലെ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഫിഗർ ഇങ്ങനെ ലോ ലെവലിലേക്ക് പോകണത് എന്തിനാണ്? അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് ശേഷം നിലനിൽക്കുന്നതായി പറയപ്പെടുന്ന ഈ ഒരു അസ്തിത്വം അത് സത്യത്തിൽ മനുഷ്യൻ്റെ ഒരു വൈകാരിക ആവശ്യം മാത്രമാണ്. കാരണം മരണം എപ്പോഴും നമ്മളെയോ നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യരെയോ നമ്മളോട് ചേർത്ത് നിർത്തുന്ന ആ ഒരു നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു നെറ്റ്വർക്കിൽ വലിയൊരു വിടവാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനാകാം, ആ ആൾ ഇനി നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ല. അപ്പോൾ അത് മനുഷ്യന് വൈകാരികമായി ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അത് റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് അദ്ദേഹം എവിടെയോ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ, അങ്ങനെ ഒരു ധാരണയിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമാണ് പലപ്പോഴും ഇത്തരം സങ്കല്പങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടത് തമ്പി സാറിൻ്റെ ലോകവീക്ഷണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രസംഗമാണ്. ഇതിന് സയൻസുമായി യാതൊരു ബന്ധവുമില്ല. തമ്പി സാറിൻ്റെ ചില തോന്നലുകൾ പങ്കുവെക്കുന്നു മാത്രം. പുള്ളി പറയുന്നത് മനുഷ്യൻ്റെ വൈകാരികമായ ഒരു ആവശ്യം മാത്രമാണ് ഇത്തരത്തിൽ ശരീരത്തിന് പുറത്തുള്ളൊരു എന്തോ ഒരു അസ്തിത്വം എന്നാണ് സാറ് പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതുപോലെ ഞാനിവിടെ ഇരുന്ന് പറയണം ഇല്ല, ആക്ച്വലി മനുഷ്യൻ്റെ മരണത്തിന് പുറത്തു നിലനിൽക്കുന്ന അഭൗതികമായ ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട്. അതിനെ നമുക്ക് ആത്മാവ് എന്ന് വിളിക്കാം.
ഓക്കെ, ഈ ആത്മാവ് മരണത്തിന് ശേഷവും നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം ആ ജീവിതത്തിൽ ആത്മാവ് നിലനിന്നിരുന്ന ശരീരം എന്താണോ ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആത്മാവിന് വിധിക്കപ്പെടും, അല്ലെങ്കിൽ ആത്മാവ് നന്മ ചെയ്ത ആത്മാവ് സ്വർഗ്ഗത്തിൽ പോകുമെന്ന് ഞാൻ പറയുന്നത് വിചാരിക്കാം. ഇപ്പം ഞാൻ നടത്തിയതും ഒരു ഫിലോസഫിക്കൽ പ്രസംഗമാണ്, ഒരു മതപ്രസംഗമാണ് ഞാൻ നടത്തിയത്. ഒരു ഫിലോസഫിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ, ഒരു പ്രത്യേക ലോക വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഞാൻ നടത്തിയൊരു പ്രസംഗം. ഇതേ സംഭവം എക്സാക്ട്ലി ഇത് തന്നെയാണ് ഈ പറഞ്ഞ തമ്പി സാറ് കുറച്ച് മുമ്പ് നടത്തിയ പ്രസംഗം. ഒരു വ്യത്യാസവും ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലില്ല. പക്ഷേ തമ്പി സാർ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ശാസ്ത്രത്തെ പറ്റി പറഞ്ഞ്, അതായത് മരണത്തെ പറ്റിയുള്ള വീഡിയോ ഞാനത് ഇടാത്തതുകൊണ്ടാണ്. പുള്ളി അത് പറയുന്നത് കേട്ടാൽ ഏതൊരു മനുഷ്യനും ശാസ്ത്രത്തിൽ ഇദ്ദേഹം ഒരു കില്ലാടി തന്നെയാണ് എന്താ ഓഫ് കോഴ്സ് എന്ന് വിചാരിക്കുക. അതിൻ്റെ ഇടയിലൂടെ ഇനിയും ഞാൻ പറയുന്നത് സയൻസാണെന്ന് തോന്നിപ്പിക്കാൻ രീതിയിലുള്ള ചാഞ്ചാട്ടം ചാടി വന്നിട്ടൊരു ഫിലോസഫിക്കൽ പ്രസംഗമാണ് ഈ നടത്തുന്നത്. സ്വന്തം ഫിലോസഫി, സ്വന്തം വേൾഡ് വ്യൂ പരത്താൻ വേണ്ടി സയൻസിനെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു കപട ശാസ്ത്ര പ്രസൻറ്റേഷനായി ഈ 14 മിനിറ്റിന് ശേഷം ഈ വീഡിയോ അതപ്പതിച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ പോയിന്റ്. ബാക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വശം പറഞ്ഞാൽ, പലപ്പോഴും ആളുകൾ ഉപദേശത്തിലാണ് ഇത്തരം കഥകൾ കൊണ്ടെത്തിക്കുക. ഇവിടെ നമുക്ക് ഈ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടെത്തിക്കാവുന്ന ഒരു ഗുണപാഠം എന്ന് പറയുന്നത്, ജീവിതം ഒന്നേ ഉള്ളൂ, നമുക്ക് ആസ്വദിക്കാനുള്ളതും നമുക്ക് ചെയ്യാനുള്ളതും ഈ ജീവിത കാലഘട്ടങ്ങൾക്കുള്ളിൽ തന്നെ ചെയ്യേണ്ടി വരും. അതിനുശേഷമുള്ള പദ്ധതികൾ റിസ്ക്കിയാണ്. കാരണം അത് കഴിഞ്ഞ് പോയി എന്ന കഥകൾ പറയുന്നവരാരും അത് കഴിഞ്ഞ് പോയിട്ടില്ല. അതിനെക്കുറിച്ച് വിവരിക്കുന്നവരാരും തന്നെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരല്ല. അവരെല്ലാം സങ്കല്പങ്ങളാണ് സംസാരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിവിടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് തമ്പി സാറിൻ്റെ വീഡിയോയുടെ കൺക്ലൂഷൻ. തമ്പി സാർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇത്രയും നേരം പുള്ളി വളരെ വ്യക്തമായിട്ട് ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനമാണ്, മരണത്തിന് ശേഷം ഒന്നുമില്ല എന്ന് സയൻസ് സൂചിപ്പിക്കുന്നു, സയൻസിൻ്റെ പഠനങ്ങൾ പറയുന്നു, ഇതെല്ലാം പറഞ്ഞിട്ട് പുള്ളി ലാസ്റ്റ് പറയുകയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്ത് തന്നെ ചെയ്യണം. ഇതിന് ശേഷമുള്ള കാര്യം റിസ്ക്കിയാണ്. റിസ്ക്കി ആണെന്നല്ലല്ലോ നിങ്ങൾ വാക്ക് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ഇത്ര നേരം സയൻറ്റിഫിക് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്ന വ്യാജേന അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നല്ല, പിന്നെ എന്തിനാണ് റിസ്ക്കി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? ഇതിന് ശേഷം ഒരു ജീവിതമില്ല എന്നങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതും കൂടി പറയുന്നതിന് എന്തിനാണ് ഇങ്ങനെ നാണിക്കേണ്ട കാര്യം? എന്താണ് തമ്പി സാർ? പിന്നെ അതിനുശേഷമാണ് തമ്പി സാറിൻ്റെ അടുത്ത സംഭവം, ഇതിനെപ്പറ്റി മരണത്തിന് ശേഷമുള്ള ജീവിതത്തെപ്പറ്റി സംസാരിക്കുന്ന ആരും അവിടെ പോയിട്ടില്ല, പോയവരാരും തിരിച്ചു വന്നിട്ടുമില്ല. അല്ല, അപ്പോൾ തമ്പി സാറ് പോയിട്ടുണ്ടോ? അല്ല, തമ്പി സാർ ഇപ്പോൾ ഇത്ര നേരം ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഥാപ്രസംഗം നടത്തിയല്ലോ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റിയോ അവിടെ പോയ സ്വർഗ്ഗത്തെ പറ്റിയോ നരകത്തെ പറ്റിയോ തമ്പി സാർ ഒരു പ്രസംഗം നടത്തിയല്ലോ. അപ്പോൾ സാർ അവിടെ പോയിട്ടുണ്ടാവുമല്ലേ? പോയിട്ട് വന്നിട്ടായിരിക്കും ഇത് പറഞ്ഞത്. മറ്റേ ഈ വെട്ടത്തിൽ മറ്റേ ദിലീപിനോട് പറയുമ്പോൾ, അല്ല സാറിൻ്റെ ടിക്കറ്റ്, അല്ല ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് തമ്പി സാറ് ചെന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് തമ്പി സാറിൻ്റെ മരണത്തിന് ശേഷം എന്നുള്ള വീഡിയോയുടെ ഒരു റിവ്യൂ. തമ്പി സാറിൻ്റെ വീഡിയോയിലൂടെ തമ്പി സാർ ഒളിച്ച് കടത്താൻ ശ്രമിക്കുന്ന തമ്പി സാറിൻ്റെ മതവിശ്വാസത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു. തമ്പി സാറിൻ്റെ വേറെ വീഡിയോ ഉണ്ട് എൻ്റെ പോലെ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് കാണുന്ന സമയത്ത് തമ്പി സാറിൻ്റെ ഒട്ടുമിക്ക വീഡിയോ എടുത്താലും ഒരു 50, 60, 70% വീഡിയോ എടുത്താലും തമ്പി സാർ ഈ ശാസ്ത്ര പ്രചരണത്തിനിടയിലൂടെ നടത്തുന്ന സാധനങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ പിന്നീട് ഏതെങ്കിലും സമയത്ത് ഗ്യാപ്പുള്ള സമയത്ത് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചില സാധനങ്ങൾ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടാവും. അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞൂടാ. എനിവേ, ബൈ.